കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പകൽ സമയം ഈ തിരുവചന ഭാഗത്തു നിന്നും അല്പമായി ധ്യാനിപ്പാൻ നമുക്കുള്ള സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിൽ നമുക്ക് തുടരാം. ഈ ലേഖനം എഴുതിയതാകുന്ന വിശുദ്ധന്മാർ, അവരെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ ഈ ലേഖനത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വളരെ ശ്രേഷ്ഠമാകുന്ന, വളരെ അനുഗ്രഹീതമാകുന്ന ഒത്തിരി നല്ല കാര്യങ്ങൾ ഈ വിശുദ്ധന്മാരെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മെക്കാളിലൊക്കെ സ്പിരിച്വലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, നമ്മെക്കാളിലും വളരെ ശ്രേഷ്ഠകരമാകുന്ന നിലയിൽ ജീവിച്ച വിശുദ്ധന്മാരെക്കുറിച്ചാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. എങ്കിലും ആ വിശുദ്ധന്മാരുടെ ജീവിതത്തിലും പിന്മാറ്റത്തിൻ്റെയും അല്ലെങ്കിൽ അവിടെയുള്ളതാകുന്ന പല വ്യക്തികളുടെ ജീവിതത്തിലും പിന്മാറ്റത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായതായിട്ട് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ളതാകുന്ന ശക്തമാകുന്ന മുന്നറിയിപ്പ് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്റ്റസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാനസികമായിട്ട് നാം പിന്മാറ്റ അനുഭവത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പോകുക എന്നുള്ളത്, ഇറ്റ് ഈസ് എ റിയൽ പോസിബിലിറ്റി. തികച്ചും ശരിയായിട്ടുള്ള അല്ലെങ്കിൽ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്മാറിപ്പോകുക എന്നുള്ളത്. അങ്ങനെ സാധിക്കുകയില്ലായിരുന്നുവെങ്കിൽ വൺ സേവ്ഡ് ഓൾവേസ് സേവ്ഡ് എന്ന് പറയുന്ന നിലയിലായിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ളതാകുന്ന ഉപദേശത്തിൻ്റെ അല്ലെങ്കിൽ മുന്നറിയിപ്പിൻ്റെ ആവശ്യം ഉണ്ടാകുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതിനാൽ അതിൻ്റെ സാധ്യത നിശ്ചയമായിട്ടും എല്ലാ വിശുദ്ധന്മാരെ സംബന്ധിച്ചും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഓരോ ദിവസവും വളർച്ച പ്രാപിക്കുന്ന അനുഭവമാണ്. ഓരോ ദിവസവും നമുക്ക് വളരാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ പിന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ ഉപരിയായി, കഴിഞ്ഞ വർഷങ്ങളെക്കാൾ ഉപരിയായി ആത്മീകമാകുന്ന വളർച്ച നമുക്കുണ്ടാകുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നാം ആത്മീകമായി തളർന്നു എന്നുള്ളത് തന്നെയാണ്. സാധാരണഗതിയിലായിട്ട് ഈ വർഷത്തിൻ്റെ അവസാനമൊക്കെ എത്തുമ്പോൾ ഒരു പ്രത്യേക ഉണർവും ഒക്കെ എല്ലായിടത്തും കാണാറുണ്ട്. കുറച്ച് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും ഉള്ളത് നല്ലത് തന്നെ. ഐ എം ഫോർ ഇറ്റ്. ദൈവം അനുവദിച്ചാൽ നമ്മൾ വെക്കുകയും ചെയ്യും. ശുദ്ധീകരണമൊക്കെ പ്രാപിച്ച് പുതിയ വർഷത്തിലോട്ട് പുതിയ റെസൊല്യൂഷനൊക്കെ എടുത്ത് പ്രവേശിക്കുക. പിന്നെ അത് അടുത്ത വർഷം വരുമ്പോഴാണ് ആ കാര്യം ഓർക്കുന്നത് തന്നെ. എൻ്റെ പ്രിയരെ, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ഒരു ജീവിതമല്ല. നിശ്ചയമായിട്ടും ഈ പിന്മാറ്റത്തിൻ്റെ സാധ്യത ദൈവവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ചില പടികൾ പെട്ടെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാനായി കഴിയും. ഞാൻ പ്രധാനമായിട്ട് ഈ വേദഭാഗത്ത് നിന്ന് രണ്ട് കാര്യങ്ങളാണ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, അതിൻ്റെ 26 മുതൽ 31 വരെയുള്ളതാകുന്ന വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു മുന്നറിയിപ്പ്, വാർണിംഗ് ടു ഗോഡ്സ് പീപ്പിൾ. രണ്ടാമതായിട്ട് അതിൻ്റെ 32 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു എൻകറേജ്മെന്റ്, ഒരു ധൈര്യപ്പെടുത്തൽ, ഒരു പ്രബോധനം വിശുദ്ധന്മാർക്ക് നൽകുന്നത് നാം വായിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളും ദൈവവചനത്തിൽ വളരെ ബാലൻസ് ചെയ്ത് നൽകിയിരിക്കുന്നത് കൊണ്ട് അത് രണ്ടും ചുരുക്കമായി ചിന്തിപ്പാനായി നാം താല്പര്യപ്പെടുകയാണ്. പിന്മാറ്റത്തിന്റെ പോസിബിലിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതയെക്കുറിച്ച് ദൈവജനം എപ്പോഴും ബോധവാന്മാരായിരിക്കണം. ദൈവവചനത്തിൽ വിശേഷിച്ച് ഈ വേദഭാഗത്ത് മാത്രമല്ല, മറ്റനേക വേദഭാഗങ്ങളിൽ വിശ്വാസം ത്യജിക്കുന്നതിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.
വിശ്വാസം ത്യജിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും നമ്മൾ കാണുന്നുണ്ട്. 1-2 വേദഭാഗങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. തിമോത്തിയോസിന്റെ 1-ാമത്തെ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. നോക്കുക, പൗലോസ് തൻ്റെ പുത്രനെന്ന് താൻ വിളിക്കുവാൻ ഇഷ്ടപ്പെടുന്ന തിമോത്തിയോസിനോട് പറയുകയാണ്, തിമോത്തിയോസേ, ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ മുന്നറിയിപ്പായി പറയാൻ ആഗ്രഹിക്കുന്നു. ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും. ഡിസപ്ഷൻ. മറ്റു ചിലർ വഞ്ചിക്കുന്നതിനാൽ, മറ്റു ചിലരുടെ വഞ്ചനയിൽ അകപ്പെട്ട് ചിലർ വിശ്വാസം ത്യജിക്കും. എനിക്കൊരു ക്ലാസിക് എക്സാമ്പിൾ നൽകുവാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു നെഗറ്റീവ് എക്സാമ്പിളാണ്. ഞാൻ സന്തോഷത്തോടെയല്ല പറയാൻ ആഗ്രഹിക്കുന്നത്, വളരെ ദുഃഖത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വരുന്നത് IPC കുമ്പനാട് ഡിസ്ട്രിക്റ്റിൽപ്പെട്ട പൂവത്തൂർ സഭയിൽ നിന്നാണ്. ഞങ്ങളുടെ കുമ്പനാട് ഡിസ്ട്രിക്റ്റിൽ ഞാൻ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ PYPAയ്ക്ക് വേണ്ടി വളരെ അത്യധ്വാനം ചെയ്ത, വിശേഷിച്ച് ICPFന്റെ ചരൽക്കുന്ന് ക്യാമ്പിലൊക്കെ വളരെ വളരെ ഉത്സാഹത്തോടെ പങ്കെടുത്ത ഒരു പ്രിയപ്പെട്ടവനുണ്ട്. പ്രിയ ജോമോനൊക്കെ അറിയാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. ജെയിംസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അറിയാം. വളരെ ഉത്സാഹിയായിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പം അദ്ദേഹവും വഞ്ചിക്കപ്പെട്ടു പോകുന്നവരുടെ ഗണത്തിൽപ്പെട്ടു. സ്വയം പ്രവാചകനായിട്ടും ദൈവമായിട്ടും ഒക്കെ അവതാരം ചെയ്ത ബാബു എന്ന് പറയുന്ന ഒരു ഡോക്ടറുടെ പിന്നാലെ ഇദ്ദേഹം കൂടി. എൻ്റെ അറിവ് ശരിയെങ്കിൽ അദ്ദേഹം ഇന്ന് വിശ്വാസത്തിലില്ല, ഇല്ലേ? പ്രിയമുള്ളവരെ, വഞ്ചിക്കപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവസഭയോട് എനിക്ക് വളരെ ശക്തമാകുന്ന ഒരു മുന്നറിയിപ്പ് തരാനുണ്ട്. ഏത് കാര്യവും, ഞാൻ ഈ പറയുന്ന കാര്യവും, ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയും. ദൈവവചനപ്രകാരം അതിനെ വിശകലനം ചെയ്ത് അതിനെ നന്നായി പരിശോധിച്ചിട്ടേ അകത്തോട്ട് എടുക്കാവൂ. അല്ലെങ്കിൽ അറിയാതെ നാം വലിച്ചിഴക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഈ കാര്യം ദൈവസഭയെ നന്നായി വാൺ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. We have no dearth of so-called self-styled prophets. Forgive me for using such blunt language. നമുക്കതിനൊരു പഞ്ഞവും ഇല്ല ഇവിടെ. എന്നാൽ ദൈവവചനം വളരെ ശക്തമായിട്ട് വാൺ ചെയ്യുന്നു. പ്രവചനം തുച്ഛീകരിക്കേണ്ട, പക്ഷെങ്കിൽ സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിച്ചോ. നമ്മളെക്കാളും വലിയ പുള്ളികൾ വീണുപോയി പിന്നാട്ട് നമ്മൾ. അപ്പോൾ ഡിസപ്ഷൻ എന്നുള്ളത് ഇറ്റ് ഈസ് എ റിയൽ ഫാക്ട്. വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. പൗലോസ് പറയുകയാണ്, ചിലർ വിശ്വാസം ത്യജിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ തിമോത്തിയോസിനോട് പറയുന്നത് എന്നാണെന്നറിയാമോ? തിമോത്തിയോസേ, എന്നാൽ നീ എന്ത് ചെയ്യണമെന്നറിയാമോ? അതിൻ്റെ 4-ാമത്തെ അധ്യായം
16 വാക്യം. നീ ഒന്ന് ചെയ്യണം. നീയും വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നീ വഞ്ചിക്കപ്പെടാതിരിക്കേണ്ടതിന് 2 കാര്യം നീ ചെയ്യണം. 1, നിന്നെ തന്നെ സൂക്ഷിക്കണം. 2, ഉപദേശത്തെ എന്ത് ചെയ്യണമെന്നറിയാമോ? സൂക്ഷിക്കണം. ഉപദേശം ഇമ്പോർട്ടൻ്റ് ആകട്ടോ. ദൈവവചനം വളരെ പ്രാധാന്യമുള്ളതാണ്. ഉപദേശത്തിന് എപ്പോഴും ദൈവസഭയിൽ സ്ഥാനമുണ്ടാകണം. ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥാനമുണ്ടാകണം. പൗലോസ് പറയുന്നു, നിന്നെ തന്നെ സൂക്ഷിക്കുക, നിന്റെ ഉപദേശത്തെയും സൂക്ഷിക്കുക. യു ആർ സോ യങ്. നീ യൗവനക്കാരനാ. അതുകൊണ്ട് നീ യൗവന മോഹങ്ങളെ വിട്ടോടി ചിലതിനെയൊക്കെ നീ പിന്തുടരണമെന്ന് പറയുന്നു. നീ ആരോട് എന്ത് കേട്ടെന്നുള്ളത് നീ ഓർക്കണം. നിന്റെ ഉപദേശത്തെയും നീ സൂക്ഷിക്കുക, ദൈവവചനത്തെ മുറുകെ പിടിക്കുക. അല്ല എങ്കിൽ വിശ്വാസം ത്യജിച്ചു പറയുന്നവരുടെ കൂട്ടത്തിൽ when it comes like a flood. പ്രിയമുള്ളവരെ, യേശു കർത്താവ് ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞേക്കുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ അനേകരെന്നാ പറയുന്നത്. അനേകം, ഒത്തിരി പേർ. അപ്പൊ അതൊരു വലിയ കൂട്ടമാണ്. ഭൂരിപക്ഷം പറയുന്നതും ചെയ്യുന്നതും ഒന്നും ശരിയാകണമെന്ന് നിർബന്ധമില്ല. തെറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവവചനപ്രകാരം സകലതിനെയും ശോധന ചെയ്ത് ദൈവത്തോട് നമ്മെ അടുപ്പിക്കുന്നതെല്ലാം മുറുകെ പിടിച്ചോണം. ഞാനൊരു പ്രധാനപ്പെട്ട ടെസ്റ്റ് പറയാം. ദൈവത്തോട് നമ്മളെ അടുപ്പിക്കുന്ന ഈ ലോകത്തിലെ കാര്യങ്ങളല്ല, ഈ ലോകത്തിലെ ചിന്തകളല്ല, കർത്താവിനോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വർദ്ധിക്കുന്നെങ്കിൽ, കർത്താവാണ് നമ്മുടെ ഫോക്കസ് എങ്കിൽ അത് നല്ല ഉപദേശമാണ്. എന്നാൽ ഈ ലോകത്തിന്റെ ചിന്തകളിലേക്കാണ് നമ്മുടെ ഹൃദയത്തെ അത് കൊണ്ടുപോകുന്നതെങ്കിൽ അത് ദൈവത്തിങ്കിൽ നിന്നുള്ളതല്ല. മനസ്സിലാക്കണം. ദൈവസഭയിൽ ദൈവം വെച്ചിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളും വിശുദ്ധന്മാരുടെ ആത്മീക വർധനവിന് വേണ്ടിയിട്ടുള്ളതാണ്. വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ളതാ. ദൈവസഭയുടെ പണിക്ക് വേണ്ടിയിട്ടുള്ളതാ. അല്ലാതെ ഈ ലോകത്തിൽ ചിരകാലം സസുഖം വാഴുവാനായിട്ടല്ല ഒരു കൃപാവരവും ദൈവസഭയെ തന്നേക്കുന്നത്. എനിക്കറിയാം അതിനൊന്നും സ്തോത്രം വരികയില്ലെന്നറിയാം. പക്ഷെങ്കിൽ സ്തോത്രം വന്നില്ലെങ്കിലും ഞാൻ പറയുന്ന സത്യമാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട് എൻ്റെ പ്രിയരെ. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, നാം മനസ്സിലാക്കണം, വിശ്വാസം ത്യജിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റൊന്നുകൂടെ ആ തിമോഥെയോസിന്റെ ലേഖനത്തിൽ തന്നെ ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിക്കണം. നോക്കുക, ചിലരെ കുറിച്ച് പൗലോസ് പറയുക, നല്ല മനസാക്ഷി അവരെന്ത് ചെയ്തെന്നറിയാമോ? തള്ളിക്കളഞ്ഞു. എന്റെ പ്രിയരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രധാനമായി നമ്മോട് ഇടപെടുന്നത് നമ്മുടെ മനസാക്ഷിയിൽ കൂടെയാണ്. നമ്മുടെ മനസാക്ഷിക്ക് കുത്തുണ്ടാകുമ്പം, മനസാക്ഷിയിൽ ദൈവത്തിന്റെ വചനം മുറിപ്പെടുത്തുമ്പോൾ അതിനെ വകവയ്ക്കാതെ മുൻപോട്ട് പോകരുത്. ദൈവസന്നിധാനത്ത് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. കാരണം നല്ല ഒരു മനസാക്ഷി എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞു, അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. അവരിന്നും സഭയുടെ മെമ്പേഴ്സ് ആയിരിക്കാം, അവരിന്നും നേതൃസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നിരിക്കാം, അവരിന്നും പ്രസംഗിക്കുന്നവരാകാം. പക്ഷെങ്കിൽ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞാൽ വിശ്വാസ കപ്പൽ തകർന്നു പോകും. നാം അറിയാതെ തന്നെ പിന്നോക്കം നാം പോകുവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എബ്രായ ലേഖനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്,
ആ വീഴ്ചയുടെ അല്ലെങ്കിൽ പിന്നോട്ടുള്ളതാകുന്ന ആ സ്ലൈഡ് എങ്ങനെയാ സംഭവിക്കുന്നത്? 2-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. നോക്കുക, 1-ാമത് കേട്ടതധികം ശ്രദ്ധയോടെ കരുതാതിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ്. 2-ാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് 3-ാമത്തെ അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. നോക്കുക, എങ്ങനെ അവിശ്വാസം ഉണ്ടാകുന്നത്? അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം സംജാതമാകുന്നത് എങ്ങനെ? ആകട്ടെ, വിശ്വാസം എങ്ങനെയാ ഉണ്ടാകുന്നത്? വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പൊ അങ്ങനെയെങ്കിൽ വചനം ഹൃദയത്തിൽ കൈക്കൊള്ളാതെ അതിനോട് ഇൻഡിഫറന്റ് ആയിട്ടിരുന്നാൽ അടുത്ത സ്റ്റെപ്പ് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. ഇനിയും അതിനടുത്ത സ്റ്റെപ്പ് എന്താ? 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുക. നോക്കുക, അടുത്ത സ്റ്റെപ്പ് സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നു. നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഇനിയും അടുത്ത ഒരു വാക്യം കൂടെ ശ്രദ്ധിക്കണം. 5:11 നമ്മൾ കണ്ടു. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയാനുണ്ട്. പക്ഷെങ്കിൽ നിങ്ങൾക്ക് എന്താ, കേൾക്കാൻ സന്തോഷമില്ല. ദൈവവചനം പറയുമ്പം, ദൈവവചനം ശുശ്രൂഷിക്കപ്പെടുമ്പം അത് വളരെ ലാഘവത്തോടെ നമ്മൾ കേൾക്കും. എന്നാ മറ്റു പലതിനെ കുറിച്ചൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഹല്ലേലൂയ സ്തോത്രമൊക്കെയാണ്. ഇതങ്ങോട്ട് അത്ര ടേസ്റ്റ് ആകുന്നില്ല, അത്ര അങ്ങോട്ട് പിടിക്കുന്നില്ല. അത് രോഗത്തിന്റെ ലക്ഷണമാണ്. പൗലോസ്ലീഹ അല്ലെങ്കിൽ ഈ അപ്പോസ്തലൻ അല്ലെങ്കിൽ ഈ വിശുദ്ധൻ, ഈ ദൈവാത്മാവിനാൽ പ്രേരിതനായി ഇത് എഴുതുന്ന വ്യക്തി പറയുക, ഞങ്ങൾക്ക് പലത് പറയാനുണ്ട്, പക്ഷെ നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നു. എന്നാൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നമ്മൾ 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് കാണുന്നത്. അതിന്റെ 4-ാം വാക്യം. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും. നോക്കുക, ഒരിക്കൽ പ്രകാശനം ലഭിച്ചു, സ്വർഗീയദാനം ആസ്വദിച്ചു. എന്തെല്ലാം ഗുണങ്ങളാ ദൈവം ചെയ്തത്. പ്രകാശനം കിട്ടി, സ്വർഗീയദാനം കിട്ടി, പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി, ദൈവത്തിന്റെ നല്ല വചനം വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയി. അപ്പം ഇത്രയും കാര്യങ്ങൾ അനുഭവിച്ചവര് പിന്മാറാനുള്ള സാധ്യത ഉണ്ടെന്നാ ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ പിന്മാറിപ്പോയാൽ ഒരുപക്ഷെ പിന്മാറുന്നതിന് ഒത്തിരി കാരണങ്ങൾ നമുക്ക് പറയാനുണ്ടാകാം. സ്തോത്രം. അവരെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് ഈ 10-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണെന്ന് പറഞ്ഞേക്കുന്നതെന്നറിയാമോ? അവരെന്തെല്ലാം ചെയ്തു? അവർ ദൈവത്തിന്റെ സത്യം തിരസ്കരിച്ചു, ദൈവത്തിന്റെ പുത്രനെ കാൽക്കീഴാക്കി അവനെ ചവിട്ടിക്കളഞ്ഞു, ദൈവത്തിന്റെ ആത്മാവിനെ തുച്ഛീകരിക്കുന്നു, നമ്മെ വിശുദ്ധീകരിച്ചതാകുന്ന വിശുദ്ധ രക്തത്തെ മലിനമെന്ന് കരുതി ചവിട്ടിക്കളയുന്നു. എന്തെല്ലാം പരിണിത ഫലങ്ങളാ ഉണ്ടാകുന്നതെന്നറിയാമോ? ഇതെല്ലാം തുടങ്ങുന്നത് എവിടെ നിന്നറിയാമോ? ദൈവവചനം കേൾക്കാനും അതനുസരിക്കാനും അതിനാൽ മുറിക്കപ്പെടാനും മനസ്സില്ലാതെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മനസാക്ഷിയിൽ പ്രവർത്തിക്കുമ്പോൾ ശുദ്ധീകരണം പ്രാപിപ്പാൻ മനസ്സില്ലാതെ, പാപക്ഷമ പ്രാപിപ്പാൻ മനസ്സില്ലാതെ, മാനസാന്തരപ്പെടുവാൻ മനസ്സില്ലാതെ നാം മുൻപോട്ട് പോയാൽ സംഭവിക്കുന്നത് ഇതാണ്. അവർക്ക് സഭയുടെ മെമ്പേഴ്സായി തുടരാൻ കഴിയും,
എൻ്റെ പ്രിയരെ, ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ വചനം ശക്തമാകുന്ന മുന്നറിയിപ്പ് അതിനെക്കുറിച്ച് തരുന്നത്. എന്നിട്ട് പറയുകയാ, മോശയുടെ പ്രമാണം കേട്ടവർ അനുസരിക്കാതിരുന്നപ്പം അവരെ കല്ലെറിഞ്ഞു കൊല്ലുകയായിരുന്നു പതിവ്. അങ്ങനെയെങ്കിൽ താൽക്കാലികമായിട്ട് മാത്രം ശിശുപാലകനായി മാത്രം ഭവിച്ച ന്യായപ്രമാണത്തോട് അനുസരണക്കേട് കാണിച്ചാൽ ശാരീരിക മരണമാണെങ്കിൽ, ഹല്ലേലൂയ, യേശുവിൻ്റെ പുണ്യാഹ രക്തം ചൊരിഞ്ഞിട്ട് നമുക്കെതിരായിരുന്ന ആ ന്യായപ്രമാണത്തിനെ, അല്ലെങ്കിൽ അതിന് നമ്മെ കുറ്റം വിധിച്ചുകൊണ്ടിരുന്ന ആ കയ്യെഴുത്തിനെ മാറ്റിയിട്ട് സ്വന്തം പുത്രനെ തകർത്തിട്ട് നമുക്ക് വേണ്ടി നൽകി തന്ന ഇത്ര വലിയ രക്ഷ നമ്മൾ ഗണ്യമാക്കാതെ പോയാൽ നാം എങ്ങനെ തെറ്റിയൊഴിയും? ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. എൻ്റെ പ്രിയരെ, നാം മനസ്സിലാക്കണം, ഇതിനൊരു റിയൽ പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് തരുന്നത്. എന്നാൽ താഴോട്ട് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ വിശുദ്ധന്മാര് ഈ അവസ്ഥയിലേക്ക് പോകാനുണ്ടായ കാരണം എന്താണെന്ന് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ ക്ലേശങ്ങൾ നേരിട്ടതാണ് അതിൻ്റെ പ്രശ്നം. ക്ലേശങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കിന്ന് നേരിടുന്നത് പോലെയുള്ള ക്ലേശങ്ങളൊന്നുമല്ലായിരുന്നു അത്. നമുക്കിന്ന് ഇവിടുന്ന് നമ്മളെ പറഞ്ഞു വിട്ടാലും കുറഞ്ഞ പക്ഷം നമുക്ക് നാട്ടിൽ ചെല്ലാം, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം നമുക്ക് പ്രിയപ്പെട്ടവരുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, അല്ലെങ്കിൽ വി ഹാവ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ് സംവർ. എന്നാൽ ഈ വിശുദ്ധന്മാർക്ക് അങ്ങനെയൊന്നും അല്ലായിരുന്നു. അവർ കടന്നുപോയതാകുന്ന ജീവിത സാഹചര്യം വളരെ പ്രയാസമുള്ളതാണ്. അവർ വലിയ കഷ്ടതയിൽ കൂടെ, വലിയ ബുദ്ധിമുട്ടുകളിൽ കൂടെ അവർ കടന്നുപോയി. അങ്ങനെ കടന്നുപോയതാണ് പിൽക്കാലത്ത് ഇവർ പിന്മാറാൻ കാരണമായി തീർന്നത്. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, സഹോദരങ്ങളെ, അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടതൊന്നും നിങ്ങൾക്ക് ദോഷമായി ഭവിച്ചില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് ദോഷമെന്ന് നാം തോന്നുന്ന, നാം ചിന്തിക്കുന്ന, അല്ലെങ്കിൽ നമ്മെ വളരെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യവും യേശു കർത്താവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ നിന്ന് നമ്മെ വേർപിടിവിക്കുന്നതല്ല. നേരെ മറിച്ച് നാം ആത്മീകമായി വളരുവാൻ, വർദ്ധിച്ചു വരുവാൻ അത് കാരണമായി തീരണം. ഇവിടെ എന്തെല്ലാമാണ് അവർക്ക് സംഭവിച്ചതെന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മളിതായിട്ട് വായിച്ചു കഴിഞ്ഞാൽ വലിയ പ്രയാസങ്ങളൊക്കെ അവർക്ക് നേരിട്ടു. ആ പ്രയാസങ്ങൾ നേരിട്ടപ്പം അവരുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? പ്രതികൂലം നേരിടുമ്പോൾ, ബുദ്ധിമുട്ട് നേരിടുമ്പോൾ, രോഗം നേരിടുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ മറ്റേതെങ്കിലും ക്ലേശം നേരിടുമ്പോൾ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ അതിനെന്താ ചെയ്യാനുള്ളത്? ഇവിടെ നമ്മൾ വായിക്കുന്നു, അതിന്റെ 33-ാമത്തെ വാക്യം വായിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്, it deepened their fellowship. 32-33 വാക്യങ്ങളൊന്ന് വായിച്ചേ. നിങ്ങൾ പ്രവാസത്തിൽ ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂട്ടുകാഴ്ചയായി ഭവിച്ചു. ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായിത്തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളു. യെസ്, നോക്കുക, അവിടെ പ്രകാശനം ലഭിച്ച സന്ദർഭത്തിൽ അവരെന്തെല്ലാം ക്ലേശങ്ങളാ നേരിട്ടത്. നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു. പിന്നെ അങ്ങനെ സംഭവിച്ചപ്പം അവരുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടൊരു കാര്യം സംഭവിച്ചു. എന്താണെന്നറിയാമോ? അവരുടെ കൂട്ടായ്മ ബന്ധത്തിന് ആഴം വർദ്ധിച്ചു. നാം വായിക്കുന്നത്, അങ്ങനെ നിങ്ങൾക്ക് സംഭവിച്ചപ്പം നിങ്ങൾ
വളരെ പോരാട്ടം കഴിച്ചു, എന്നാൽ നിങ്ങൾ കൂട്ടാളികളായി തീർന്നു. വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ക്ലേശങ്ങൾ കൂട്ടായ്മ ബന്ധത്തിൽ നിന്നും അകറ്റുന്നതല്ല, കൂട്ടായ്മ ബന്ധത്തിന് ആഴവും വ്യാപ്തിയും വർദ്ധിപ്പിക്കുന്നതാകണം. ഇതാ സംഭവിച്ചത്. അവിടെ ക്ലേശങ്ങളുണ്ടായി, ബുദ്ധിമുട്ടുകളുണ്ടായി. അപ്പോൾ അന്യോന്യമുള്ള കൂട്ടായ്മയും വർദ്ധിച്ചു, ദൈവത്തോടുള്ള സ്നേഹവും വർദ്ധിച്ചു. ഇനി അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചു. എന്നാ സംഭവിച്ചതെന്നറിയാമോ? നിങ്ങൾ തടവുകാരോട് സഹതാപവും കാണിച്ചു. എൻ്റെ പ്രിയരെ, ഈ തടവുകാരോട് സഹതാപം കാണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കൊച്ചു കാര്യമൊന്നുമല്ല. ജയിൽ വിസിറ്റിംഗ്, ഞാൻ പെട്ടെന്ന് പറയാം എന്നാണ് അവിടെ വാസ്തവത്തിൽ സംഭവിച്ചത്. ഈ വിശുദ്ധന്മാരിൽ ചിലരെ അവർ കർത്താവിൻ്റെ നാമം നിമിത്തം, അവർ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട്, അന്ന് റോമാമതം അല്ലെങ്കിൽ റോമൻ ഗവൺമെന്റ് യഹൂദമതം അംഗീകരിച്ചിരുന്നു. അത് ഒഫീഷ്യൽ റിലീജിയനാണ്. അപ്പൊ അതിനകത്താണെങ്കിൽ ഒരു പ്രശ്നമില്ല. അതിന് വെളിയിൽ വന്നാൽ പ്രശ്നം തുടങ്ങും. കാരണം ക്രിസ്ത്യാനിറ്റി ഒഫീഷ്യൽ റിലീജിയൻ അല്ലായിരുന്നു. അതുകൊണ്ട് ക്രിസ്ത്യൻസ് ആയിട്ട് ഒരു വ്യക്തി തീർന്നാൽ, ഒരു വ്യക്തി വേർപെട്ടാൽ, ഒരു വ്യക്തി യേശുവിനെ പിൻപറ്റാനായിട്ട് തുടങ്ങിയാൽ അവൻ ജയിലിൽ പോകാനുള്ള സാധ്യത വളരെയധികമാണ്. അങ്ങനെ ഈ വിശുദ്ധന്മാരിൽ ചിലര് ജയിലിൽ പോകേണ്ടി വന്നു. ജയിലിൽ അവർ പോയി കഴിഞ്ഞപ്പം മറ്റുള്ള സഹോദരങ്ങളെല്ലാം എന്ത് ചെയ്തെന്നറിയാമോ? ജയിലിൽ ചെന്ന് ഇവരെ കാണാനായിട്ട് പോയി. അങ്ങനെ ജയിലിൽ ഈ വിശുദ്ധന്മാരെ സന്ദർശിക്കാൻ പോകുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. കാരണം ഞാൻ ജയിലിൽ എൻ്റെ ആ സഹോദരനെ കാണാൻ പോകുമ്പോൾ ഞാൻ പരസ്യമായി റോമ ഗവൺമെന്റിന് എന്നെ തന്നെ കൊടുക്കുകയാ. ഞാനും ഇവരുടെ കൂട്ടത്തിലാണെന്ന് അവർക്ക് മനസ്സിലാകുക. അതിൻ്റെ അർത്ഥം അടുത്ത ദിവസം എന്നെയും പിടിച്ച് ജയിലിലിടും. പക്ഷെങ്കിൽ അവരെ പിടിച്ച് ജയിലിലിടുമെന്നുള്ളത് പേടിച്ച് അവരിരുന്നില്ല. സഹോദരങ്ങൾ ജയിലിൽ കിടന്നപ്പം ഹല്ലേലൂയ, തടവുകാരോട് സഹതാപം അവർക്ക് കൂടി. എൻ്റെ പ്രിയരെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. ജീവിതത്തിൽ ക്ലേശങ്ങൾ ദൈവം അനുവദിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അതിനൊരു മിനിസ്ട്രി എന്നുള്ളത് ഹല്ലേലൂയ, മറ്റുള്ളവരോടും സഹതാപം കാണിപ്പാനായിട്ട് നമുക്ക് കഴിയണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ അനുഭവിക്കുന്ന സകല ക്ലേശങ്ങളിലും കർത്താവ് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. എന്തിന്? ഞങ്ങൾ മറ്റുള്ളവരെയും ആശ്വസിപ്പിക്കേണ്ടതിന്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ക്ലേശങ്ങൾ നേരിട്ടാൽ, നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ, നമ്മുടെ ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായാൽ അതിലെ ലക്ഷ്യമെന്താ? അതിന്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല, അന്യോന്യമുള്ള കൂട്ടായ്മ ബന്ധം വർദ്ധിക്കണം. മാത്രമല്ല, മറ്റൊരുവനോടും സഹതാപം തോന്നാനായിട്ട് നമുക്ക് കഴിയണം കേട്ടോ. ഹല്ലേലൂയ. നിങ്ങളിൽ പലരും, നമ്മളെന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല, വർഷങ്ങൾക്കൊക്കെ മുൻപ് ഞങ്ങളുടെ അവിടെ ഒരു അപ്പച്ചനുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ പറയും, അപ്പച്ചനെന്ന് വിളിക്കാൻ പറ്റുമോ എന്നറിയത്തില്ല, ഒരു അച്ചായനുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞേക്കാം, ഈ എല്ലാവരെയും കയറി നമ്മൾ അങ്കിളെന്നും അപ്പച്ചനൊന്നും ഒന്നും വിളിക്കല്ലോ കേട്ടോ. ദാറ്റ്സ് നോട്ട്. കോൾ സംബഡി അച്ചായൻ അല്ലെങ്കിൽ ബ്രദർ, കോൾ ഹിം പാസ്റ്റർ. അങ്കിളെന്നൊക്കെ വിളിക്കണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞ പക്ഷേ ഒരു 75 വയസ്സെങ്കിലും കഴിയണം. ചുമ്മാ അതെല്ലാവരെയും കയറി അങ്കിൾ. അങ്ങ് നമ്മുടെ ഈ നാട്ടിൽ നിന്ന് വരുന്നവരുടെ ഒരു സ്വഭാവമായത്. സന്ദർഭവശാൽ അങ്ങ് പറഞ്ഞത് ഈ പ്രബോധനം ഏറ്റെടുത്തോണേ. അങ്കിള് വിളിയും ആൻറ്റി വിളിയും നിർത്ത്. അത്രയും വിളിക്കാനുള്ള പ്രായമുള്ളവരൊന്നും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ, അതങ്ങ് വിട്ടേര്, പിന്നെ അതെടുത്താൽ മതി. അദ്ദേഹം ഇങ്ങനെ പറയായിരുന്നു, ഞാൻ വന്നപ്പം ഒരു പെട്ടിയും കൊണ്ടാണ്
ഇങ്ങോട്ട് വന്നത്. ഒരു പെട്ടി മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ ഇന്ന് വലിയ സമ്പന്നനായി. പ്രിയമുള്ളവരെ, നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ ഒരു ഓർമ്മ നമുക്കുണ്ടാകണം. നമ്മളും എങ്ങനെയാ വന്നത്? അതുപോലെയുള്ള അനുഭവങ്ങളിൽ കൂടെ കടന്നു വരുന്നവരോട് നമുക്ക് ഒരു ഹൃദയത്തിൽ നിന്നൊരു കമ്പാഷൻ ഉണ്ടാകണം. നമ്മളെ ദൈവം ഏൽപ്പിച്ചേക്കുന്ന റിസോഴ്സസ് ഒക്കെ ന്യായമാകുന്ന നിലയിൽ, ഞാനത് വീണ്ടും പറയട്ടെ, ഒരു വ്യക്തിയെ ഇനാക്റ്റീവ് ആക്കുന്ന നിലയിലൊന്നും ചെയ്യരുത്. നമുക്ക് ബുദ്ധി ദൈവം തന്നിട്ടുണ്ട്. ന്യായമാകുന്ന നിലയിൽ മറ്റുള്ളവരെ ശരിയാകുന്ന നിലയിൽ ദൈവഹിതപ്രകാരം സഹായിപ്പാൻ കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്യണം. ഇവിടെ ഈ വിശുദ്ധന്മാരുടെ ജീവിതത്തില് ക്ലേശങ്ങൾ നേരിട്ടപ്പോൾ അവരെന്ത് ചെയ്തെന്നറിയാമോ? ഒന്ന്, അവർക്ക് കൂട്ടാളികളായി തീർന്നു. പിന്നെ അവരോട് സഹതാപമുള്ളവരായി തീർന്നു. ഇനിയും അത് മാത്രമല്ല, ഇവരുടെ ക്ലേശത്തിന്റെ നടുവിൽ ഇവർ തളർന്നു പോകുകയല്ല ചെയ്തത്, ഇവർ ബലം പ്രാപിക്കുകയാണ് ചെയ്തത്. 34-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യെസ്. നോക്കുക, സന്തോഷത്തോടെ എന്ത് ചെയ്തെന്നറിയാമോ? അവർ സഹിച്ചു. നമ്മുടെ കയ്യിൽ നിന്ന് ഒരാൾ പിടിച്ചു പറിച്ചുകൊണ്ട് പോയാൽ, കർത്താവിന് വേണ്ടി നമ്മൾ നിൽക്കുന്നത് കൊണ്ട് പിടിച്ചു പറിച്ചുകൊണ്ട് പോയാൽ, ഒരുപക്ഷെ അവൻ നമ്മളെക്കാളും ബലമുള്ളവനായതുകൊണ്ട് അവൻ കൊണ്ടുപോയല്ലോ എന്നോർത്തങ്ങ് ചിലപ്പോൾ വിട്ടുകൊടുത്തേക്കെന്ന് വന്നേക്കാം. മാക്സിമം ഞാൻ അത്ര ചെയ്യത്തുള്ളൂ, നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല. എന്നാൽ ഈ വിശുദ്ധന്മാരങ്ങനെയല്ല. ക്രിസ്ത്യാനിയാകൊണ്ട് ന്യായമായി ലഭിക്കേണ്ടതൊക്കെ എന്ത് ചെയ്തെന്നറിയാമോ? കിട്ടിയില്ല. ഞാൻ ഒരു കാര്യം പറയാം. വിശുദ്ധിക്ക് വേണ്ടിയും വേർപാടിന് വേണ്ടിയും ദൈവവചനത്തിന്റെ സത്യങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങളിൽ പലരും വലിയ വില കൊടുത്ത് യാഥാസ്ഥികമാകുന്ന പാരമ്പര്യങ്ങളിൽ നിന്നൊക്കെ ഇറങ്ങി പുറപ്പെട്ടവരാ. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഇതിൻ്റെ പേരിൽ നിങ്ങൾക്ക് വീതം കിട്ടിയില്ലെങ്കിൽ സങ്കടപ്പെടണ്ട, സന്തോഷം ഹൃദയത്തിലുണ്ടാകണം. എനിക്കറിയാം ഇത് പറയാൻ എളുപ്പമാണ്, എന്നാൽ സത്യമാണ് ഞാൻ പറയുന്നത്. ഈ സഹോദരന്മാരെന്ത് ചെയ്തെന്നറിയാമോ? സ്വർഗത്തിൽ നിലനിൽക്കുന്നതാകുന്ന ഉത്തമമാകുന്ന സമ്പത്തുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ സന്തോഷത്തോടെ അത് സഹിച്ചു. എന്തിന്? ഞാൻ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിലനിൽക്കുന്നവനാ. അപ്പൊ സങ്കടം സന്തോഷമുണ്ടാക്കി ഇവരുടെ ജീവിതത്തിൽ. ഇനി അത് മാത്രമല്ല, സങ്കടം വേറൊരു കാര്യം കൂടെ ഉണ്ടാക്കി. അവരുടെ പ്രയോറിറ്റി കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. They understood what is important. അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, ആ വാക്യത്തിൽ തന്നെ, സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത്. എൻ്റെ പ്രിയരെ, ഉത്തമ സമ്പത്ത് ഈ ലോകത്തിലേതല്ല. ഉത്തമമാകുന്നത് ഈ ലോകത്തിലെ കാറോ വീടോ കൊട്ടാരങ്ങളോ ഇതൊന്നും അല്ല ഉത്തമമായത്. ഉത്തമമായത് സ്വർഗീയമായതാ. അപ്പൊ കൃത്യമായിട്ട് കാര്യങ്ങളെ മുൻഗണനയുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. എപ്പോൾ? കഷ്ടതയിൽ കൂടെ കടന്നുപോയപ്പോൾ. അതുകൊണ്ട് ഈ സഹോദരന്മാരോട് പറയുക, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ വിശുദ്ധന്മാരെ പ്രബോധിപ്പിക്കുന്ന എന്താണെന്നറിയാമോ? വാഗ്ദത്തം പ്രാപിപ്പാൻ, ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധാനത്തിൽ നമുക്ക് അടയ്ക്കാം. ഇന്നത്തെ പകൽ സമയം ദൈവം നമ്മോട് ഹൃദയമായി സംസാരിച്ചെങ്കിൽ ഒരു നിമിഷം നമുക്ക് ദൈവപാദപീഠത്തിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഗ്ലോറി, 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 ഗ്ലോറി. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. മാനസികമായിട്ട് നാം പിന്മാറ്റ അനുഭവത്തിലാണോ?
പിന്മാറാനുള്ള സാധ്യതകൾ വളരെയുണ്ട്. നമ്മെക്കാളും ശക്തന്മാരും വിശുദ്ധന്മാരും തകർന്നു പോയതാകുന്ന പോർക്കളത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്നിലും ഭക്തർ, എന്നിലും ശക്തർ വീണു തകർന്ന ഈ പോർക്കളത്തിൽ കാണുന്നു ഞാൻ എൻ്റെ മുന്നിൽ അസ്ഥികൂടങ്ങൾ. എന്നാൽ എൻ്റെ കർത്താവേ, നീ എന്നെ നിലനിർത്തേണമേ. നമ്മുടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ഹൃദയത്തിൽ ഒരു ലാളിത്വം ഉണ്ടാകട്ടെ, നമ്മുടെ ഹൃദയത്തിൽ ഒരു മാനസാന്തരം ഉണ്ടാകട്ടെ. കർത്താവേ, നീ എന്നെ റെസ്റ്റോർ ചെയ്യണമേ. നീ എന്നോട് കരുണ ചെയ്ത് നിന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം എനിക്ക് തന്നു. എന്നാൽ നിന്റെ പുത്രനെ ഞാൻ ചവിട്ടിക്കളയുന്നവനായി എന്നെ വിശുദ്ധീകരിച്ചതാകുന്ന ആ രക്തത്തെ മലിനമെന്ന് കരുതുന്ന അവസ്ഥകൾ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മനസ്സാക്ഷിക്ക് ഹല്ലേലൂയ നിരക്കാത്ത നിലയിൽ ഞാൻ മുൻപോട്ട് പോയിട്ടുണ്ട്. ആ ശുദ്ധമാകുന്ന മനസ്സാക്ഷി ഞാൻ തള്ളിക്കളഞ്ഞ് വിശ്വാസ കപ്പൽ തകർന്നു പോകുന്ന അനുഭവത്തിൽ ഞാൻ ചേർന്നിട്ടുണ്ട്. എന്നാൽ നീ എന്നെക്കുറിച്ച് ഹല്ലേലൂയ അതല്ലല്ലോ ആഗ്രഹിക്കുന്നത്. ഞാൻ നിന്നെ അറിയുവാനും നിന്റെ സന്നിധാനത്തിൽ യഥാസ്ഥാനപ്പെടുവാനും പഴയതിനേക്കാൾ ഉപരിയായി നിനക്ക് വേണ്ടി ജീവിപ്പാനും നീ എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നതിനാൽ എൻ്റെ പൊന്നു കർത്താവേ, എനിക്കതിനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയരെ, നമ്മുടെ ജീവിതത്തിലെ ക്ലേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്താ ചെയ്യേണ്ടത്? ഒന്ന്, നമ്മുടെ കൂട്ടായ്മ ബന്ധം വർദ്ധിപ്പിക്കണം. ഹല്ലേലൂയ. രണ്ട്, നമ്മുടെ ജീവിതത്തിൽ വിലയുള്ളത് എന്തെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകണം. ഗ്ലോറി ടു ഗോഡ്. നാൾ സമീപിക്കുന്നത് കൊണ്ട്, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നത് കൊണ്ട്, ഒരുപക്ഷെ നമ്മുടെ മരണവും ഇന്നലേക്കാൾ ഇന്ന് ഒരു ദിവസം കൂടെ അടുത്തിരിക്കുന്നത് കൊണ്ട് വിശുദ്ധിയോടെ നമുക്ക് ജീവിക്കാൻ, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരിൽ ഒരാൾക്ക് ജീസസ്, ഗ്ലോറി ഗ്ലോറി. സ്തോത്രം 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 സ്തോത്രം. Glory to God. സ്തോത്രം സ്തോത്രം സ്തോത്രം.